അലക്ഷ്യവും അപകടകരവുമായ ഡ്രൈവിംഗ് ഇൻഷുറൻസ് കമ്പനികൾക്ക് നഷ്ടപരിഹാര ബാധ്യത ഇല്ല തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അതായത് അപകടത്തിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. അതും സുപ്രീം കോടതിയാണ് തള്ളിയത്. അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിച്ച് സ്വയം അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ഇൻഷുറൻസ് കമ്പനികൾക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നമ്മുടെ കുട്ടികൾക്കെല്ലാം വാഹനം ഓടിക്കാൻ അറിയാം. ഇപ്പോൾ കൊച്ചുകുട്ടികൾ വരെ ധൈര്യമായി വാഹനം എടുത്തുകൊണ്ട് പോകും. മാതാപിതാക്കൾ അത് കണ്ണടച്ചു വിടുകയും ചെയ്യും. അപ്പോൾ ഈ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം. പക്ഷേ കുട്ടികൾ വാഹനം ഓടിക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളും ഒക്കെ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. കാരണം വാഹനങ്ങൾ വളരെയധികം പെരുകിക്കഴിഞ്ഞു. സമീപകാലത്തെ കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നതാണ് അപകടങ്ങളുടെ. മോട്ടോർ വാഹന നിയമത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവർ ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കത്തില്ല. അത്രയ്ക്കും കഠിനമായ ശിക്ഷകളാണ് ഈ അടുത്ത കാലത്ത് നിയമ ഭേദഗതിയിൽ ഇത്തരം കുറ്റത്തിന് വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഏതാണ്ട് ഒരു 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതിനാൽ തന്നെ 18 വയസ്സിൽ താഴെയുള്ള ഏത് കുട്ടി വാഹനം ഓടിച്ചാലും അതിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്.